ലൈവ് കാണുന്നവർക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് പാടല്ലേ. ഇത്രയും നേരം എന്റെ പാട്ട് കേട്ടിട്ട് അശ്വിൻ ബ്രോ പറഞ്ഞില്ല, നമ്മുടെ അർച്ചന പറഞ്ഞില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. അയ്യോ ഞാനല്ല പ്രപ്പോസ് ചെയ്യാൻ, എങ്ങനെ അവനൊക്കെ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. പിന്നെ നിങ്ങൾ ഹരിച്ചേട്ടനെ പ്രപ്പോസ്, ഹരിച്ചേട്ടന. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്റ്റോറീസ് ആയിരിക്കുമെന്ന്. കൃഷ്ണ ഫോമിലാണല്ലോ, എന്റെ കാര്യം എനിക്കും അറിയത്തില്ല ഗൈസ്. എനിക്ക് ചില സമയത്ത് നല്ല മൂഡായിരിക്കും, ചില സമയത്ത് ശോകം മൂഡായിരിക്കും. എന്ത് ചെയ്യാനാണ്, മനുഷ്യനുള്ള. ഇന്നലെ തലപ്രാന്ത് എടുത്താണ് ഞാൻ വന്നു കയറിയത്, ഉള്ള കാര്യം പറയാതെ. തലപ്രാന്ത് എടുത്ത് ദേഷ്യവും എല്ലാം കൂടി കൊണ്ട് എനിക്കറിയാൻ ഇന്നലെ ചെയ്യണോന്ന് പോലും ഇല്ലാതെ ഞാൻ ചെയ്ത് കയറിയത്. പക്ഷെ ഇന്ന് എന്തെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് എനിക്ക് നമുക്ക് ചില സമയത്ത് നെഗറ്റീവായിട്ട് തോന്നി, ചില സമയത്ത് പോസിറ്റീവായി തോന്നത്തില്ല. എനിക്ക് അശ്വിൻഡാ എന്താ ടെൻഷൻ? എന്നാലും വേണ്ടിയിരുന്നില്ല. നമ്മളെ നിശാന്തമ്മ ഒരു നിമിഷം വിശ്വസിച്ചായിരുന്നു. അർച്ചന ലൈവ് കാണുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യണേ ഗൈസ്. അതാ നിശാന്തനെ ഒരു തവണ വിശ്വസിച്ചു, അങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടുമെന്ന്. നീ അർച്ചനെ കൊല്ലുമായിരുന്നു? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. കാരണം എനിക്ക് ആദ്യം അനാമി എന്ത് പറ്റി, പനിയൊക്കെ കുറഞ്ഞോ? ഇന്ന് കണ്ടില്ല, നമ്മുടെ ലൈവ് തീരാറായപ്പോഴാണല്ലോ വന്നത്. നീ എന്തു ഫുഡൊക്കെ കഴിച്ചോ? അതാണ് തന്നെ ഡബിൾ ടാപ്പ് ലൈക്ക് കൂടി ചെയ്യണം. നിന്നെ അസ്ന വന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി, നീ ലൈവ് കയറാൻ എന്ത് പറ്റി? അയ്യോ സോറി ബ്രോ. അനാമി അനാമി പനി മാറി ചേച്ചി. ഓക്കെ, ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? അതേ കണക്കിന് എന്താണ് പരിപാടി? അസ്ന വന്ന് തിരക്കിയിട്ട് പോയായിരുന്നു, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഓക്കെ ഓക്കെ, ഓണമൊക്കെ അല്ലേ, എല്ലാവർക്കും ഇനി തിരക്കൊക്കെ ആയിരിക്കും. പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കാണും, വീട്ടിലേക്ക് ഒരു സാധനങ്ങൾ മേടിക്കണം, ഡ്രസ് എടുക്കണം, തയ്ക്കാൻ കൊടുക്കണം, അങ്ങനെ ഒരുപാട് തിരക്കുകൾ കാണും ഇനി അങ്ങോട്ട് എല്ലാവർക്കും. ഹരിയില്ലാതെ നന്നായില്ലേ? അല്ലേ അവൻ എന്നെ കൊല്ലുമായിരുന്നു. ഇല്ല, ഉറപ്പായിട്ടും അപ്പോഴേ അക്സെപ്റ്റ് ചെയ്താണ്, എനിക്കറിയാലോ. മീസ് ചേട്ടോ ഹായ്. മീസ് ചേട്ടൻ മാളൂസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്ന്, നിശാന്തൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന്, രണ്ടിൽ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചു ചോദിച്ചു. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ലൈവിലോട്ട് കയറിയത്. ലൈവിലോട്ട് കയറിയത് കൊണ്ട് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു. അനാമിക അനാമിക വേണ്ട, അനാമി അതാണ് കുറച്ച് പറഞ്ഞിട്ടുള്ളത്. നിഷ് നീ പോയോ? ഇല്ല, നിഷിന് എന്താണ് ആൺകുട്ടിയാണെന്ന് മനസ്സിലൊന്ന് പകച്ചുപോയി. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മുടെ അനാമികയുടെ പോയത്. എന്താ ചെയ്യാനാ ഈ മീശേനെ കൊണ്ട്? മോശം അല്ല, എന്ത് പറയാൻ. അർച്ചന ഇല്ല. അയ്യോ അയ്യോ, ഇവിടെയെല്ലാം വെയില് ഗൈസ്, വെയില്. അയ്യോ, ഇവിടെ എല്ലാം വെയില്. ലൈവ് കാണുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യണേ ഗൈസ്. അനക്കെ കമന്റും കൂടി ഇടണം. ഇഷായിരുന്നു, വളച്ചൊടിക്കേണ്ടായിരുന്നു. പോയടാ. അതിന് കൊയിന് കുട്ടി ഒരു നിമിഷമെങ്കിലും പെൺകുട്ടി ആയിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങക്ക് മനസ്സിലായി. ഇനിയിപ്പോ മാറ്റാൻ നിക്കണ്ട. ലൈവ് കാണുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യണേ ഗൈസ്. അനക്കെ കമന്റുകളിലൂടെ ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ കൂമ്പാരമാകുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പ്രചോദനം കൂടും. നിങ്ങൾ എന്താണൊന്നും മിണ്ടാത്തത്? മിണ്ടു ഗൈസ്, മിണ്ടു. ഹാ ഗൈസ്, ഐ എം ബാക്ക്. അനാമി വന്നടി. അസ്ന അനാമി വന്നു. ജോ അശ്വിൻ ബ്രോ, സിജി, നിശാന്തേട്ട ഫുഡ് കഴിച്ചു. നിശാന്തേട്ട ഫുഡ് കഴിച്ചു. ഞാൻ എന്റെ ഒറിജിനൽ അക്കൗണ്ട്